ഹലോ വെൽക്കം ബാക്ക് വി ആർ ബാക്ക്. അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു മധുര മലയാളം ടാസ്കുമായിട്ടാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ ഇൻട്രൊഡ്യൂസിങ് ചെയ്യുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടു നോക്കാത്ത ആൾക്കാർ എന്തായാലും കണ്ടു നോക്കുക. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കുറച്ചൊരു രസമുള്ളൊരു ടാസ്കുമായിട്ടാണ്. അപ്പോൾ ടാസ്കിനെ പറ്റിയിട്ടുള്ള വിവരങ്ങൾ ബെമിത്താത്ത പറയൂ കേട്ടോ. ഇവളുടെ കണ്ടുപിടുത്തന്നല്ലോ ഒരുപാട് യൂട്യൂബേഴ്സ് ചെയ്ത് നമ്മളിപ്പോൾ ഒന്നും ചെയ്യാനില്ല. അപ്പോൾ ഏതായാലും എന്തെങ്കിലും ഒരു ടാസ്ക് ചെയ്യാന്ന് വിചാരിച്ചിട്ട് ചെയ്യണം. പക്ഷെ അത് ആ ടാസ്ക് പറഞ്ഞത് ഞാൻ തന്നെയാണ് കേട്ടോ. ബെമിത്ത ഉദ്ദേശിച്ചത് ഞാൻ പറഞ്ഞതാണ്. നിങ്ങൾ പറഞ്ഞത് മധുര മലയാളം എന്നുള്ള ടാസ്ക് ആയിട്ടാണ് ജിൽഷ എന്ന് വന്നിട്ടുള്ളത്. ആക്ച്വലി നമ്മളിപ്പോൾ എല്ലാവരും സംസാരിക്കാം. ഇപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ കണ്ടില്ലേ, ഒരു ആക്ച്വലി വന്നില്ലേ. എല്ലാവരും സംസാരിക്കുമ്പോൾ ഇപ്പോൾ മംഗ്ലീഷ് ആയിട്ടാണ് സംസാരിക്കുന്നത്. നമ്മൾ ആ ലാംഗ്വേജ് അങ്ങനെ മിക്സ്ഡ് ആയിപ്പോയി. ഒട്ടും തന്നെ മലയാളം സംസാരിക്കാതെ ഇരിക്കുന്നത്. ഒട്ടും തന്നെ മലയാളം സംസാരിക്കാതെ ഞങ്ങൾ എത്ര നേരം ടൈം ഒട്ടും തന്നെ മലയാളമല്ല, ഒട്ടും തന്നെ ഇംഗ്ലീഷ് പറയുന്നത്. അല്ല, ഒട്ടും തന്നെ മലയാളം അല്ല കേട്ടോ. മലയാളം പറയുന്നത് ഒന്നുകൂടി തുടങ്ങാം. ഹലോ വെൽക്കം ബാക്ക്. ബാക്കി ബെമിത്ത പറയും. ഒട്ടും തന്നെ ഇംഗ്ലീഷ് സംസാരിക്കാതെ നമ്മൾ 1 മിനിറ്റ് ഇപ്പൊ എനിക്ക് ജിൽഷ ഒരു ടോപ്പിക് തരും. അതിൽ ഞാൻ ടോപ്പിക്കൊക്കെ ഞങ്ങൾ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് കാണിക്കും, ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പൊ ഞാൻ എഴുതിയത് ബെമിത്താക്കും അറിയില്ല, ബെമിത്ത എഴുതിയത് എനിക്കും അറിയില്ല. അപ്പം ബെമിത്ത തരുന്ന ടോപ്പിക് എന്ത് ചെറിയ ടോപ്പിക്കാണല്ലോ അത് ഞാൻ 1 മിനിറ്റ് ഒട്ടും തന്നെ ഇംഗ്ലീഷ് വരാതെ സംസാരിക്കണം. അപ്പൊ അതാണ് നമ്മുടെ ഗെയിം. നിങ്ങൾക്ക് ഗെയിം മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. അപ്പോ ജുവാൻസ് കിച്ചൺ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള മെമ്പർ ഉണ്ടെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം. അതില് ഒക്കെ കൊളാക്കി. അപ്പം പുതിയതായിട്ട് കാണുന്ന ആൾക്കാർ വേറെ ഒന്നും പറയാനില്ല, സബ്സ്ക്രൈബ് ചെയ്യുക, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഗെയിം സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പം ഇവിടെ മൊബൈലിൽ ടൈമർ വെച്ചിട്ടുണ്ട്. ഇതാ, അപ്പം ബെമിത്ത കറക്റ്റ് ഞാനൊരു ടോപ്പിക് കൊടുത്തിട്ട് ഞാനിത് സ്റ്റാർട്ട് ചെയ്യും. കറക്റ്റ് 1 മിനിറ്റിനുള്ളിൽ ബെമിത്ത എത്ര ഇംഗ്ലീഷ് വേർഡ് പറയുന്നുണ്ട് നോക്കാം. മാക്സിമം നമ്മൾ ശ്രമിക്കുക, അല്ലാതെ അതിനൊന്നുമില്ല, ഗെയിമല്ലേ. നോക്കാൻ അടങ്ങന്ന് ഇട്ടിട്ട്. അപ്പം ഞാൻ ഫസ്റ്റ് ആയിട്ട് കൊടുക്കാൻ പോകുന്ന ടോപ്പിക്കാണ് കോഴിമുട്ട. ഒരു മിനിറ്റല്ലോ. യുവർ സ്റ്റാർട്ട് ടൈം യുവർ ടൈം സ്റ്റാർട്ട് നൗ അല്ല, യുവർ ടൈം സ്റ്റാർട്ട് നൗ. പറഞ്ഞോളി. കോഴിമുട്ട, നമുക്ക് കോഴിയാണ് മുട്ട തരുന്നത്. കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് പലതരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. നമ്മള് ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും കുട്ടികളുള്ളതുകൊണ്ട് ഇവരുടെയൊക്കെ മെയിൻ ഭക്ഷണത്തിൽ നമ്മൾ എടുക്കുന്ന ഒരു സാധനമാണ് കോഴിമുട്ട. പിന്നെന്താണ്, നമുക്ക് എളുപ്പമുള്ള ഒരു സാധനം. മണിക്കുട്ടി ഓടാണ്. പിന്നെന്താണ്, നമുക്ക് 2 തരം കോഴിമുട്ടകൾ കിട്ടുന്നതാണ്. മറ്റേ നാടൻ കോഴിമുട്ടയും കിട്ടും, അല്ലാത്ത കോഴിമുട്ടയും കിട്ടും. പിന്നെന്താ, വേറെ എന്താ, പിന്നെ നമുക്ക് കോഴിമുട്ട വെച്ചിട്ട് നമുക്ക് ഓംലേറ്റ് ഉണ്ടാക്കാം, ബുൾസൈ ഉണ്ടാക്കാം. പിന്നെ നമ്മള് കോഴിമുട്ട വെച്ചിങ്ങോട്ട് 1 മിനിറ്റും 1 സെക്കൻഡും പോയി. അപ്പൊ ഇപ്പം ബെമിത്താത്ത പറഞ്ഞതിൽ ഒരു 5 വേർഡോളം പറഞ്ഞിട്ടുണ്ട് അല്ലെ. മെയിൻ പറഞ്ഞു, ഓംലെറ്റ് പറഞ്ഞു. ഓംലെറ്റ് മലയാളം ആണോ എനിക്ക് അറിയൂല. ഓംലെറ്റിന്റെ മലയാളം എന്താ പറയും? പിന്നെ മെയിൻ ഇല്ല, ഓംലെറ്റിന്റെ മലയാളം പറഞ്ഞിട്ട് പോയാൽ മതി. പറയും കോഴിമുട്ട ഇങ്ങനെ ഉള്ളിയൊക്കെ ഇട്ടിട്ട് അങ്ങനെ ഉള്ളി കിട്ടിട്ടല്ല, വേർഡ് പറയും. പച്ചമുളകൊക്കെ ഇട്ട് ഉപ്പൊക്കെ ഇട്ടിട്ട് മൂവിയില് പറയുന്ന കലാഭവൻ പറയില്ലേ, സമറി പത്തില് തന്നെ മാറി. അപ്പം 4 5 നിങ്ങൾ പറഞ്ഞിരിക്കുന്നു കേട്ടോ. ഇതാ ഇത് ഇനി ഇന്റെ ടൈമാണ്. പിന്നെ വേറൊരു കാര്യം, ഗെയിമിൽ മാത്രമേ ഉള്ളൂ കേട്ടോ ഇംഗ്ലീഷ് പറയാത്ത. അല്ലാത്ത സമയങ്ങളിലൊക്കെ നമുക്ക് പറയാൻ പറ്റും. നെക്സ്റ്റ് ടോപ്പിക്കാണ് കൊറോണ. കൊറോണ ഓൾറെഡി ഒരു ഇംഗ്ലീഷ് വേർഡാണ്. കൊറോണക്ക് കൊറോണ തന്നെയാണ്. വൈറസ് നമ്മൾ വേറെ പേരൊന്നും പറയില്ല. കോളറക്ക് കൊളറ, അങ്ങനെ കോമഡി ആക്കി കൊറോണ. ഓക്കെ. അപ്പൊ എന്നാല് ജിൽഷയ്ക്ക് കൊറോണ പറ്റാത്ത സാഹചര്യത്തിൽ നമ്മൾ മാവേലി
മാവേലിയാണ് പണ്ട് ഓണത്തിന് എന്താ മാവേലി വരുമ്പോഴാണ് നമ്മൾ ഓണം ആഘോഷിക്കല്. അതേപോലെ മാവേലി എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം ഓർമ്മ വരുന്നത് ഓണാണ്. നമ്മൾ ഓണത്തിന് സദ്യ ഉണ്ണും. പച്ചടി, കിച്ചടി, എലിശ്ശേരി, പുളിശ്ശേരി. പിന്നെ മലയാള ആഘോഷം കൊടുക്കണ്ടില്ലേ? പിന്നെന്താ, പിന്നെ മാവേലി നാടു പട്ടച്ചാര. പിന്നെന്താണ് മാവേലിനെ പറ്റിട്ട്, മാവേലി പാതാളത്തിന്റെ ഉള്ളിലാണ് ഉള്ളത്. അവിടുന്ന് കേറി വരുമ്പോഴാണ് നമ്മൾ ഓണ ആഘോഷം. ആരാണ് മാവേലിനെ പാതാളത്തിലേക്ക് ഇറക്കിയിട്ട്? വാമനൻ. സമയമായോ? അപ്പൊ ഞാൻ കൊറേ പറഞ്ഞിട്ട്, ഞാൻ ഇതുവരെ ഒരു ടൈപ്പിലുള്ള വേറെ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. എന്നാ കുഴപ്പമില്ല. ബെമിത്ത 4 5 ഞാനാകെ 1 പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ അത് കഴിഞ്ഞിട്ടോ. ഓക്കെ. അപ്പൊ ഇപ്പം നമ്മൾ രണ്ടുപേരും ഓരോ തരത്തിലുള്ളത് പറഞ്ഞ് ഇനി നെക്സ്റ്റ് ബെമിത്താക്കുള്ള കൊടുക്കാം. ഇനി നെക്സ്റ്റ് ഞാന് ബെമിത്താക്ക് കൊടുക്കുന്നത് കുന്തം. കുന്തം കുന്തം ഞാനിവിടെ ഇടക്കിടക്ക് പറയുന്നൊരു, നമ്മളെല്ലാരും പറയുന്നതാണ് കുന്തം. ഒട്ടും തന്നെ ഇംഗ്ലീഷ് വരരുത്. ഇതിപ്പോ ആക്കൂല. അപ്പം ഒരു മിനിറ്റ്. യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ. കുന്തം നമ്മുടെ ലുട്ടാപ്പിയുടെ സ്വന്തം സാധനമാണ്. കുന്തം എന്ന് കേൾക്കുമ്പോൾ തന്നെ എല്ലാ മലയാളികൾക്കും ഓർമ്മ വരുന്ന ഒരു കാര്യമാണ് ലുട്ടാപ്പി. ലുട്ടാപ്പിന്റെ ഇതിനിടയിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ? നമ്മൾ ലുട്ടാപ്പിന്റെ ഫാൻസ് പിന്നെ കുന്തം വെച്ചിങ്ങേറ്റ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? പോരട്ടെ, മലയാളം കൊണ്ട് പോരട്ടെ. നിങ്ങൾക്ക് തൊട്ടും മലയാളം അറിയില്ല. നമ്മളെ മാതൃഭാഷ മലയാളമാണ്. മാതൃഭാഷ മലയാളം തന്നെയാണ്. ഈ കുന്തത്ത് കയറിയിട്ടാണ് ലുട്ടാപ്പി എല്ലായിടത്തും പോവുക. അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. പിന്നെ ലുട്ടാപ്പിന്റെ മെയിൻ ഫ്രണ്ട്സ് ആണ് ഡാഗിനിയും മൂമ്മയും കുട്ടൂസനും. 46 47 48 ഞാനൊന്നും പറയില്ല. മലയാളികൾ യൂസ് ചെയ്യും. എപ്പോഴും നമ്മൾ ചൂടാ. നമ്മള് മലയാളികൾക്ക് ദേഷ്യം വന്നാൽ അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന വേർഡാണ്, അല്ല അക്ഷരം, വാക്കാണ് കുന്തം. ബെമിത്ത ഈ ഗെയിമിൽ ബെമിത്ത 100% തോറ്റിരിക്കുന്നു. നിങ്ങൾക്ക് 1.5. ഇപ്പം 1 മിനിറ്റും 7 സെക്കൻഡും ആയി. എന്താ ചെയ്യാ? അല്ല, ബെമിത്താക്ക് ഒട്ടും തന്നെ മലയാളം അറിയില്ല എന്ന് വിചാരിക്കും കാണുന്ന. അങ്ങനെയൊന്നുമല്ല. കണ്ടാലും കഴിഞ്ഞു. ബെമിത്താത്തപ്പോ ഇതിൽ വീണ്ടും പരാജയപ്പെടല്ല. ഒന്നിൽ കൂടുതൽ ഇംഗ്ലീഷ് പദങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മളുടെ ഈ ഗെയിം അങ്ങോട്ട് കോളാക്കി. നിനക്കുള്ളത് പറയട്ടെ? റെഡിയാണോ? റെഡി. കുറച്ച് ഇംഗ്ലീഷ് ഒക്കെ പറയണം. ഇതിന്റെ മാത്രം ഇങ്ങനെ നാറ്റിക്കരുത്, ആലോചിക്കണം. അപ്പം ജിൽഷക്കുള്ള വേർഡാണ് മമ്മൂട്ടി. ടൈം സ്റ്റാർട്ട്സ് നൗ. മമ്മൂട്ടി. അപ്പം മമ്മൂട്ടി എന്ന് ഫസ്റ്റ് കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ വിദ്യാലയങ്ങളിൽ, അതായത് ഞാൻ 10ൽ പഠിക്കുമ്പോൾ എൻ്റെ കൂടെ പഠിച്ച ആ വിദ്യാലയത്തിലുള്ള എൻ്റെ കൂട്ടുകാരിപ്പോൾ ഈ വീഡിയോ ആരെങ്കിലും ഒരാൾ കാണുന്നുണ്ടെങ്കിൽ അവർക്ക് ഇപ്പോൾ എൻ്റെ ഈ വികാരം മനസ്സിലാവും. അതായത് ഞാൻ അദ്ദേഹത്തിന്റെ വലിയൊരു ആരാധികയായിരുന്നു. അദ്ദേഹത്തെ ഞാൻ അത്രയധികം ആരാധിക്കുന്നു. ഈ ഒരു ചലച്ചിത്ര മേഖലയിൽ തന്നെ ഞാൻ വളരെയധികം ആരാധിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു നടന വിസ്മയമാണ് അദ്ദേഹം. ഫോട്ടോ എടുത്തില്ലായിരുന്നു ഓൺലി മലയാളം. അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വാക്കുകൾ കിട്ടുന്നില്ല. അത്രയൊരു നടന വിസ്മയം തന്നെയാണ് അദ്ദേഹം. ഞാൻ അദ്ദേഹത്തെ ഇന്നും ആദരിക്കുന്നു, ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇതിൽ വിജയിച്ചിട്ട് സാധനം മനഃപൂർവ്വം കൊണ്ടുവന്ന ടാസ്ക് നിങ്ങൾക്ക് മനസ്സിലായില്ല? അല്ല, ഞാൻ മനഃപൂർവ്വം കൊണ്ടുവന്നതാണ്. ബെമിത്താക്ക് തരുന്ന ടോപ്പിക്സ് കിട്ടുന്ന ബെമിത്താന്റെ ഇഷ്ടത്തിന് പറയുന്നതല്ലേ. അപ്പൊ നിങ്ങൾ വീണ്ടും തോറ്റിരിക്കുന്നു. അപ്പൊ ഇനി നെക്സ്റ്റ് ടാസ്ക് ഞാൻ ബെമിത്താക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. ഇപ്പം ഏകദേശം 3 എണ്ണമായി. ഞാൻ അങ്ങോട്ട് കൊടുത്താൽ 4 എണ്ണമായി. ഇത് കഴിഞ്ഞ് നമ്മൾ ഇതിലും നല്ല രസമുള്ള ടാസ്ക് ആയിട്ട് വരും കേട്ടോ. ഇതിപ്പോൾ നിങ്ങൾക്ക് എത്രത്തോളം രസം ഉണ്ടാവും എന്നറിയില്ല. കാരണം നമ്മളിത് വീഡിയോന്റെ ബാക്ക് സൈഡിലായിട്ട് നമ്മൾ ഇതിനെക്കാട്ടി കൂടുതൽ ചിരിക്കുന്നുണ്ട്. അപ്പം നെക്സ്റ്റ് ആയിട്ട് ഇനി ഞാൻ ബെമിത്താക്ക് കൊടുക്കുന്നത് പല്ല് ഡോക്ടർ അല്ലേ, പല്ല്. അപ്പം യുവർ ടൈം സ്റ്റാർട്ട്സ് നൗ.
ഞാനൊരു പല്ല് വൈദ്യനാണ്. പല്ലിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മുടെ വായിൽ 32 പല്ലുകളാണുള്ളത്. ആ പല്ലുകൾ നമുക്ക് രണ്ട് വിഭാഗങ്ങളായിട്ടാണ് വരുന്നത്. ആദ്യം വരുന്ന കുഞ്ഞു കുട്ടികൾക്ക് വരുന്ന പല്ലാണ് പാൽപ്പല്ല്. പിന്നെ വലിയ ആൾ കുറച്ച് കഴിയുമ്പോൾ ആ പല്ലുകളെല്ലാം കൊഴിഞ്ഞു പോയിട്ട് നമുക്ക് പുതിയ പല്ല് വരും. ആ പല്ല് പിന്നെ നമ്മളും കൊണ്ടേ പോവുള്ളൂ. അത് നമ്മുടെ വായിൽ എപ്പോഴും ഉണ്ടാവും. ആ പല്ല് കേടുവരാതെ നിങ്ങൾ നോക്കണം, അല്ലെങ്കിൽ പല്ലിന് കേടായി. പല്ല് നമ്മൾ രാവിലെയും രാത്രിയും തേക്കണം. പിന്നെ നീ തേക്കണം. സത്യമായിട്ടും ഞാൻ കാണാറില്ലല്ലോ വന്നത്. പിന്നെ നിങ്ങൾക്ക് പല്ലുമായിട്ട് എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും എന്നെ സമീപിക്കാം. പിന്നെന്താ ഇത്രയൊക്കെ പറയാം. എന്താ കഴിഞ്ഞു ഇല്ല, ഒന്നും കൂടി പറയാം. പിന്നെ ആദ്യമായിട്ട് ബെമിത്താത്ത ഒരൊറ്റ ഇംഗ്ലീഷ് വേർഡും പറയാതെ ഈ ഒരു കാര്യത്തിൽ മാത്രം ജയിച്ചിട്ടുണ്ട് കേട്ടോ. അടിപൊളിയായിരുന്നു. കറക്റ്റ് 1 മിനിറ്റ് ആയപ്പോ തന്നെ ഞാൻ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പം എന്റെ വിഭാഗം അതന്നെ. അത് മാത്രല്ല 2-3 തവണ മൂപ്പരൊന്ന് ഔട്ടായപ്പോഴാണ് മൂപ്പർക്ക് ഗെയിമിന്റെ സീരിയസ്നെസ് മനസ്സിലായത്. ഇത്ര ആൾക്കാരെ കണ്ടിട്ട് നാണക്കേട്. അപ്പം ഇത് പോരെ അപ്പം 2 ഇതും നമ്മളിവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഇതിപ്പം ഇന്നത്തെ ടാസ്ക് ഇപ്പൊ ഇതോളൂ, ജസ്റ്റ് നമ്മളൊന്ന് ചെയ്ത് നോക്കിയതാണ്. എത്രത്തോളം രസം ഉണ്ടാവും എന്നൊന്നും അറിയൂല. എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞുകൂടി കുന്തം വീഞ്ഞ പോലെ ഇരിക്കുക മനുഷ്യന്റെ മുമ്പിൽ. അപ്പം ബെമിത്താത്ത 3 നിങ്ങളിപ്പോ എത്രയില്ല 2 ബെമിത്താത്ത ഇപ്പൊ ഫെയിൽ ആയിട്ടുണ്ട്. 5-4 വട്ടം ഇംഗ്ലീഷ് വേർഡ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ബെമിത്താത്തൊക്കെ ഒരു പഴഞ്ചൊല്ലി ഞാൻ പറയാൻ കൊടുക്കും. അത് സ്പീഡിൽ 5-10 തവണ പറഞ്ഞാല് ഫെയിലായി. അപ്പൊ ഞാൻ ബെമിത്താക്ക് കൊടുക്കാൻ പോകുന്നത് ആന അലറലോടലറൽ. ഇതൊരു 5-10 തവണ സ്പീഡിൽ പറയാം. രസല്ലേ പഴഞ്ചൊല്ലൊക്കെ വരുമ്പോ. അവ തുടങ്ങിക്കോളി. ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ, ആന അലറലോടലറൽ. എന്തെന്നെ പറ്റി വിചാരിച്ചിട്ട് നീ ജയിച്ചേക്കുള്ളത് രസല്ലേ? അവര് ചോദിക്കൂലേ 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. ഇതറിയാം, പക്ഷെ ഇത് പറയുമ്പോ 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത പച്ച പത്ത. ഒരു സെക്കൻഡ് ഒന്നുകൂടി പറഞ്ഞു. തീരെ മെമ്മറി കിട്ടൂല. തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത 10 ചത്ത തത്ത 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത ഞാന് നല്ല എളുപ്പമുള്ളതാണ് കൊടുത്തത്. കരുത്തി കൂട്ടി എനിക്ക് ഇത് തന്നതാണ്. അപ്പം 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത തത്ത പച്ച. 10 തത്ത ചത്തു ചത്ത പത്ത ചത്ത. എനിക്ക് കഴിഞ്ഞു. ഞാൻ ഇല്ല ഇത് നാക്ക് പഠിക്കണല്ല. ഞാന് വളരെ വളരെ എളുപ്പത്തിലുള്ളതാണ് ഞാൻ കൊടുത്തത്. ബെമിത്തന്നെ ചതിച്ചു. വളരെ വളരെ ഇതായിട്ട് തന്നെ ചതിച്ചു. കാരണം പഴഞ്ചൊല്ല് നമ്മളെല്ലാവരും സ്കൂളിലൊക്കെ പറയേണ്ട സംഭവം കിട്ടുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നതാണ്. ഇത് അത്രയും ഈസി ആയിട്ടുള്ള ഒരു പഴഞ്ചൊല്ലാണ്. അപ്പൊ ഇന്നത്തെ ടാസ്ക് വീഡിയോ ഇവിടെ കഴിയാണ്. നിങ്ങൾക്ക് ബോർ അടിച്ചില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനിയും ബെമിത്ത ഇങ്ങനത്തെ ഓരോ വൃത്തികെട്ട പഴഞ്ചൊല്ലുകൾ പറയോ? അല്ലെങ്കിൽ ടാസ്ക് ആയിട്ട് വന്നത് ഞാനാണ്. പക്ഷെ ഈ പഴഞ്ചൊല്ലിന്റെ കഥ സത്യമായിട്ടും ടാസ്കിൽ ഇല്ലേനോ? ഞാൻ പറയട്ടെ, നിങ്ങൾ കമന്റ് ബോക്സിൽ റിപ്ലൈ ചെയ്യണം. ഇത് ഇത്രയും കഷ്ടപ്പെട്ടിട്ടല്ല, ഇത്രയും വൃത്തികെട്ട ഒരു പഴഞ്ചൊല്ലായിരുന്നു എന്നുള്ളത്. അലറൽ എന്തൊരു സിമ്പിൾ ആണ്. അത് ഞാൻ പഠിക്കുന്നുണ്ടോ? ബെമിത്ത പറഞ്ഞു നോക്കി. പച്ച തത്ത ചത്തു ചത്ത പച്ച തത്ത തത്ത പച്ച. അപ്പൊ ഇന്നത്തെ വീഡിയോ അപ്പൊ ഇവിടെ കഴിയാണ്. എനിക്കൊന്നും പറയാനില്ല. അത് നല്ലതൊന്നും പറയാത്ത. ഇപ്പൊ ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? കൊണ്ടുവന്ന് അബദ്ധമില്ലേ? ഇനി എന്തായാലും ഇൻഷാ അല്ലാഹ് വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് ഞങ്ങൾ എന്തായാലും വരുന്നതാണ്. അപ്പം നമ്മുടെ ഫാമിലിയിലേക്ക് പുതുതായിട്ട് വന്നിട്ടുള്ള മെമ്പർ ഉണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനിയും ഇതുപോലത്തെ നല്ല ടാസ്കൊക്കെ ആയിട്ട് ഞങ്ങൾ എന്തായാലും ജുവാൻസ് കിച്ചണിൽ വരുന്നതാണ്. അപ്പം എല്ലാവരും ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഇതിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ വാല്യുബിൾ കമന്റ്സ് ആണ് ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷം തോന്നി. ഇതിനു മുമ്പ് ഞാൻ ബെമിത്താനെ ഇട്ടിട്ടുള്ള വീഡിയോയില് എല്ലാവരും കമന്റ് ചെയ്തിട്ടുണ്ട്. കമന്റ് ചെയ്ത ഒരുപാട് ആൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അപ്പൊ ഇൻസ്റ്റാഗ്രാമിൽ വന്നാൽ നമുക്ക് എന്തായാലും ഒന്നുകൂടെ മിങ്കിൾ ആവാം. അപ്പം താല്പര്യമുള്ള ആൾക്കാരൊക്കെ ഇൻസ്റ്റാഗ്രാമിലേക്ക് നേരെ വരും കേട്ടോ.
അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ആവാണ്. ഇനിയും ഇതിനെ പറ്റി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞാൽ ഞാൻ അടിച്ചു കൊല്ലും. അപ്പൊ നല്ലൊരു വീഡിയോസുമായി ഞങ്ങൾ എന്തായാലും വരുന്നതാണ്. അതുപോലെ സ്റ്റേ ട്യൂൺ, സ്റ്റേ കണക്റ്റഡ്. ബൈ ബൈ.